ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മൾ ഇത് സേമിയ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ല നൈസായിട്ടുള്ള ഇതുപോലെയുള്ള സേമിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൈ വെച്ചിട്ട് ഈ സേമിയ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നല്ല നൈസായിട്ട് ചെറിയ പീസായിട്ട് തിരുമ്മിയെടുക്കുക. അത് പൊടിയായിട്ട് ചെറിയ പീസസായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു കടായിലേക്ക് നമുക്ക് 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. 3/4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ സേമിയ ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടായിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഓട്സ് ആണ് കേട്ടോ. സേമിയയും ഓട്സും വെച്ചിട്ടാണ് നമ്മൾ ഈ ബോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്ക് ചോദിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ബോൾ കഴിക്കാനായിട്ട്. അപ്പോൾ ഓട്സ് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സേമിയ എടുത്തിട്ടുള്ളതും 1 കപ്പാണ് കേട്ടോ. നമ്മൾ ക്രഷ് ചെയ്തതിന് ശേഷം അളവ് നോക്കുകയാണെങ്കിൽ 1 കപ്പ് ഉണ്ടാവും 250 ml കപ്പിൽ. അതേ അളവിൽ തന്നെയാണ് ഓട്സ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഏത് ഓട്സ് ആയിരുന്നാലും കുഴപ്പമില്ല. ഓട്സ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. ഓട്സ് ഇട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് 1 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ബദാമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് രണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാനായിട്ട്. ഇനി നമുക്ക് കടായിലേക്ക് 1 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 അച്ച് മാത്രം മതി കേട്ടോ. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മെൽറ്റായി വരട്ടെ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഡേറ്റ്സ് ആണ്. ഞാനിപ്പോൾ ഒരു 7 ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അത്രയും മതി. അപ്പോൾ കറക്റ്റ് പാകത്തിനുള്ളൊരു മധുരമായിരിക്കും കേട്ടോ. മധുരം അധികം കൂടിപ്പോയാൽ അധികം രുചി ഉണ്ടാവില്ല. ഒരു 7 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ കുരു കളഞ്ഞതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. ഇതവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഓട്സും ബദാമൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ചൂടാറിയിട്ടുണ്ട്. ബദാമിൽ നിന്നൊരു 6-7 ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട. ഇതുപോലെ കണ്ടില്ലേ, ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓട്സും ബദാമും കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ശർക്കര ഇവിടെ മെൽറ്റായിട്ടുണ്ട്. ഈ ഡേറ്റ്സ് നമ്മൾ ഇട്ട് കൊടുത്തൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഡേറ്റ്സൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരളവിലാണ് കേട്ടോ വെള്ളമുള്ളത്. വെള്ളം അധികം കൂടി പോവരുത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഓട്സും ബദാമും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ചൂട് മാറണം. ഇപ്പം നല്ല ചൂടാണ് ഉള്ളത്. അപ്പോൾ കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം വേണം ബാക്കിയുള്ള പ്രൊസീജിയർ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ കുറച്ചൊന്ന് ചൂട് മാറിയിട്ടുണ്ട്. ഒരുപാട് തണുക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ബദാം ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6-7 ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ 1/4 കപ്പ് ബദാമാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ എടുത്താൽ മതി. വേറെ എക്സ്ട്രാ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം അധികം ചൂടൊന്നുമില്ല. ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ. നല്ലതുപോലെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക.
അപ്പോൾ ഡേറ്റ്സിൻ്റെ വലിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഇനി കയ്യിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കാം. ഇത് നല്ലൊരു ക്രഞ്ചി ആയിട്ടിരിക്കുന്ന ബോൾസാണ് കേട്ടോ. ഒരു 4-5 ദിവസം വരെയൊക്കെ കേടാവാതിരിക്കും. അതിൽ കൂടുതൽ ഞാൻ വെച്ച് നോക്കിയിട്ടില്ല, അതിൽ കൂടുതൽ ചിലപ്പോൾ ഇരിക്കുമായിരിക്കും. ഒരു 5 ദിവസം വരെയൊക്കെ എന്തായാലും കേടാവാതിരിക്കും. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബോളാണിത്. കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പലതരത്തിലുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണേ. ഓരോന്നായിട്ട് നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് വാങ്ങിയ സേമിയാണ് കേട്ടോ അത്. അപ്പോൾ ഇടയ്ക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് കുട്ടികൾ പറഞ്ഞപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നല്ല സക്സസ് ആയി. അടിപൊളി ടേസ്റ്റിലുള്ള ബോളാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, സോഫ്റ്റാണ്. എന്നാൽ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ചെറിയൊരു ക്രഞ്ചിനെസ് ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്